ഹലോ, നമസ്കാരം. തീറ്റ പ്രാന്തന്മാരുടെ ഇന്നത്തെ എപ്പിസോഡിൽ ഒരു നവരാത്രി സ്പെഷ്യൽ ലഡ്ഡു ആയിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. അപ്പോൾ തയ്യാറാക്കി നോക്കിയാലോ. ലഡു തയ്യാറാക്കാനായിട്ട് ഒരു ബൗളിൽ ഗോതമ്പ് പൊടി ഒരു 4 ടേബിൾ സ്പൂൺ, അതുപോലെ തന്നെ കപ്പലണ്ടി, കടല, സോയ ഇത് മൂന്നും കൂടെ പൊടിച്ചത് ഒരു 4 ടേബിൾ സ്പൂൺ വീതം എടുത്തിട്ടുണ്ട്. അതോടൊപ്പം ആവശ്യത്തിന് പഞ്ചസാര പൊടിച്ച് ചേർത്തിട്ടുണ്ട്. ഒരു ഏലക്ക അതും പൊടിച്ച് ചേർത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് നെയ്യ്, കശുവണ്ടിപ്പരിപ്പ്, തേങ്ങ, ഇത്രയും സാധനങ്ങളാണ്. അപ്പോൾ ലഡു തയ്യാറാക്കുന്നത് എങ്ങനെയാന്ന് നോക്കിയാലോ. ആദ്യമായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതൊന്ന് ചൂടാക്കി എടുക്കാം. അത് ചൂടായി വരുന്ന സമയത്ത് ഈ പൊടികളൊന്ന് വറുത്തെടുക്കണം. ഈ പൊടികളെല്ലാം ഞാൻ അരിച്ചാണ് എടുത്തിരിക്കുന്നത്. ഒരു 10 മിനിറ്റ് ചെറുതീയിൽ വെച്ചിട്ട് വറുത്തെടുക്കാം. പൊടി നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. 1.5 ടേബിൾ സ്പൂൺ തേങ്ങയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്, ചിരകിയ തേങ്ങ. അത് ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം. ആ നെയ്യ് ഒന്ന് ചൂടായി വരുന്ന സമയത്ത് എടുത്തു വെച്ചിരിക്കുന്ന കശുവണ്ടിപ്പരിപ്പ് അതിലേക്ക് ഇട്ട് കൊടുക്കണം. ആ നെയ്യുടെ ചൂടിൽ കിടന്ന് അതൊന്ന് അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി കിട്ടും. അപ്പോൾ ഇനി എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കുക. ഇനി ഇതിലേക്ക് അല്പം കൂടെ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഏകദേശം ഞാനിപ്പോൾ ഒരു 2 ടേബിൾ സ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നെയ്യ് എത്രത്തോളം ചേർക്കുന്നു അത്രത്തോളം നല്ല ടേസ്റ്റ് ആയിരിക്കും ഈ ലഡുവിന്. ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നെയ്യും പൊടിയും തേങ്ങയും എല്ലാം കൂടെ നന്നായിട്ട് യോജിപ്പിക്കുക. ഇപ്പോൾ പൊടിയുടെ കളറൊക്കെ തന്നെ ഒന്ന് മാറിയിട്ടുണ്ട്. അത് പാകത്തിനായിട്ടുണ്ട്. ഇനി നമുക്ക് ലഡു ഉരുട്ടിയെടുക്കാം. ചെറിയ ചൂടോടുകൂടി വേണം ഈ ലഡു ഉരുട്ടിയെടുക്കാനായിട്ട്. അല്ലെന്നുണ്ടെങ്കിൽ ഒരു ടേസ്റ്റ് കാണില്ല ലഡുവിന്. അതോടൊപ്പം തന്നെ നമുക്കത് ഉരുട്ടാനായിട്ട് കിട്ടില്ല, പൊടിഞ്ഞു പോകും ലഡു. അപ്പോൾ അതുകൊണ്ട് ചെറിയ ചൂട് ആവശ്യമാണ്. ഇനി ഇത് ഉരുട്ടിയെടുക്കാം. ആവശ്യമുള്ള വലുപ്പത്തിന് ഇത് ഉരുട്ടിയെടുക്കാം. ഉരുട്ടുന്ന സമയത്ത് കയ്യിൽ അല്പം നെയ്യ് പുരട്ടിയതിന് ശേഷം ഉരുട്ടുക. അപ്പോൾ നവരാത്രി സ്പെഷ്യൽ ലഡു ഇവിടെ തയ്യാറായിട്ടുണ്ട്. വളരെ ടേസ്റ്റിയും അതോടൊപ്പം ഇത് ഉണ്ടാക്കാനായിട്ട് ഭയങ്കര എളുപ്പമാണ്. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് തന്നെ നമുക്കിത് ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. അതോടൊപ്പം ഞങ്ങളുടെ ചാനൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്